ആകാശവാണി വിദ്യാഭ്യാസ രംഗം. വിജയവാണി SSLC പരീക്ഷാ സഹായി. 10ാം ക്ലാസ് മലയാളം കേരള പാഠാവലി മാതൃകാ ചോദ്യപേപ്പർ അവലോകനം. അവതരിപ്പിക്കുന്നത് കല്ലറ ഗവൺമെന്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ദീപ്തി പി. എല്ലാവർക്കും നമസ്കാരം. പ്രധാനമായും 4 സെഷനുകളാണ് ഈ ചോദ്യപേപ്പറിലുള്ളത്. 1. ശരി ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളത്. 2. 1-2 വാക്യങ്ങളിൽ ഉത്തരം എഴുതുക എന്നുള്ളത്. 5 മാർക്കിൻ്റെ 5 ചോദ്യങ്ങളുണ്ട്. പിന്നെ ഒരു 7 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. അങ്ങനെ മൊത്തം 40 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് മാതൃകാ പരീക്ഷയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആദ്യത്തെ സെഷനിലേക്ക് പോകാം. 1 മുതൽ 4 വരെ ചോദ്യങ്ങളുടെ ശരി ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. 1 മാർക്ക് വീതമാണിതിന്. 1ാമത്തെ ക്വസ്റ്റ്യൻ. കണ്ണടച്ച് തുറക്കുന്നതിനിടയിലാണ് പണി പൂർത്തിയായത്. അറബിക്കഥയിലെ രാജകുമാരന് ഭൂതം മണിമാളിക പണിതു കൊടുത്തതുപോലെ. നമുക്കറിയാം, മണ്ണും മനുഷ്യനും എന്ന കഥയിലെ വരികളാണിത്. ഈ കഥാസന്ദർഭത്തിലെ ആശയത്തിന് യോജിച്ച വാക്യം ഏതാണ് എന്നതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. 4 ഓപ്ഷനുകളാണ് ഇതിനുള്ളത്. ഓപ്ഷൻ എ, അറബിക്കഥയിലെ രാജകുമാരൻ്റെ കഥ അവിശ്വസനീയമായിരുന്നു. ഓപ്ഷൻ ബി, ഭൂതമാണ് അയൽക്കാരന് വീട് പണിതു കൊടുത്തത്. ഓപ്ഷൻ സി, വിദേശത്തുള്ള മകനാണ് മണിമാളിക നിർമ്മിച്ചത്. ഓപ്ഷൻ ഡി, വീടുപണി അതിവേഗം പൂർത്തിയായി. ഇതിലേതാണ് ശരിയായ ഉത്തരം? വീടുപണി അതിവേഗം പൂർത്തിയായി എന്നുള്ളതാണ് അല്ലേ? 2ാമത്തെ ചോദ്യം. ചുവടെ പിരിച്ചെഴുതിയതിൽ ശരിയായത് ഏത്? അവിടെ 2 വാക്കുകളാണ് തന്നിരിക്കുന്നത്. അത് പിരിച്ചെഴുതിയിരിക്കുകയാണ്. 1ാമത്തെ വാക്ക് വഴി പ്ലസ് ഓരം, വഴിയോരം. 2ാമത്തേത് നിഴൽ പ്ലസ് ചാർത്തുകൾ, നിഴൽ ചാർത്തുകൾ. ഓപ്ഷനായി വരുന്നത് ഓപ്ഷൻ എ 1 മാത്രം ശരിയാണ്. ഓപ്ഷൻ ബി 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ സി 2 മാത്രം ശരിയാണ്. ഓപ്ഷൻ ഡി 1ഉം 2ഉം തെറ്റാണ്. ഇവിടെ വഴി പ്ലസ് ഓരം, വഴിയോരം എന്നതും നിഴൽ പ്ലസ് ചാർത്തുകൾ, നിഴൽ ചാർത്തുകൾ എന്നതും ശരിയായ പദങ്ങളാണ്. അപ്പോൾ 1ഉം 2ഉം ശരിയാണ് എന്ന ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അടുത്ത ചോദ്യം. നിന്റെ പേര് നരേഷ് എന്നല്ലേ? നരേഷ് എന്നാൽ രാജാവ്. നീ എന്നെ ബലി കൊടുത്ത് സ്വയം രക്ഷപ്പെടും. അതായത് നിന്റെ പേര് അന്വർത്ഥമാകാൻ പോകുന്നു. നരബലി എന്ന പാഠഭാഗത്തിലെ വരികളാണിത്. സന്ദർഭത്തിൽ അന്വർത്ഥം എന്ന പദത്തിൻ്റെ അർത്ഥമായി വരുന്നത് ഏതാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ, അർത്ഥത്തിന് യോജിച്ചത്. ഓപ്ഷൻ ബി, അർത്ഥത്തിന് യോജിക്കാത്തത്. ഓപ്ഷൻ സി, അനുചിതം. ഓപ്ഷൻ ഡി, അറിയപ്പെടുന്നത്. അന്വർത്ഥം എന്ന വാക്കിൻ്റെ അർത്ഥം ഏതാണ്? അർത്ഥത്തിന് യോജിച്ചതെന്നാണ്. അപ്പോൾ ശരി ഉത്തരം അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കപ്പവാട്ടു കല്യാണത്തിന് പെട്രോമാക്സ് വെളിച്ചത്തിൽ ഒത്തുകൂടുന്ന അങ്ങേക്കുന്നും ഇങ്ങേക്കുന്നും. ഈ വാക്യത്തിൽ തെളിയുന്ന ഗ്രാമീണ ജീവിതത്തിൻ്റെ സവിശേഷത എന്താണ്? ഓപ്ഷൻ എ, കുന്നുകളോടുള്ള സ്നേഹം. ഓപ്ഷൻ ബി, പരസ്പര സ്നേഹവും സഹകരണവും. ഓപ്ഷൻ സി, കപ്പ ശേഖരിക്കാനുള്ള വെമ്പൽ. ഓപ്ഷൻ ഡി, കുന്നുകൾ സംരക്ഷിക്കാനുള്ള മനോഭാവം. കപ്പവാട്ടു കല്യാണത്തിന് പെട്രോമാക്സ് വെളിച്ചത്തിൽ ഒത്തുകൂടുന്ന അങ്ങേക്കുന്നും ഇങ്ങേക്കുന്നും. ഈ വാക്യത്തിൽ തെളിയുന്നത് എന്താണ്? പരസ്പര സ്നേഹവും സഹകരണവുമാണ്. അപ്പോൾ ആദ്യ സെഷൻ അവസാനിക്കുകയാണ്. ഇനി 5-6 ചോദ്യങ്ങൾക്ക് 2-3 വാക്യത്തിൽ ഉത്തരം എഴുതുക. 2 സ്കോർ വീതം. ക്വസ്റ്റ്യൻ. കുന്നുകൾ ഭൂമിക്കുള്ളിലേക്ക് താണുപോയി. അടുത്തത്, കുന്നുകൾ ഭൂമിക്കുള്ളിലേക്ക് താണുപോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ താണുപോയി എന്ന വാക്കും താണുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന വാക്കിനും അടിവരയിട്ടിട്ടുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്: അടിവരയിട്ട പദങ്ങൾ വാക്യത്തിന് നൽകുന്ന അർത്ഥവ്യത്യാസം കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ്. നമുക്കറിയാം, താണുപോയി, താണുപോയിക്കൊണ്ടിരിക്കുന്നു, 2 വ്യത്യസ്ത അർത്ഥങ്ങളിലാണ് ഇത് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ അർത്ഥവ്യത്യാസം കണ്ടെത്തി എഴുതുന്നതിന് 2 മാർക്ക് ലഭിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ജലമെന്നോ വെള്ളമെന്നോ തിരിയാതെ തിരിയുന്നു, തൊണ്ട ദാഹിക്കുന്നു. നമുക്കറിയാം, ആലപ്പുഴ വെള്ളം എന്ന കവിതയിലെ വരികളാണിത്. കവിയുടെ മാനസികാവസ്ഥ ഈ വരികളിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ
ആൻസർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വരികളിലെ ആശയം കണ്ടെത്തുന്നതിന് 1 മാർക്ക്, അതുപോലെ തന്നെ കവിയുടെ മാനസികാവസ്ഥ തിരിച്ചറിയുന്നതിന് 1 മാർക്ക്. അങ്ങനെയാണ് 2 മാർക്ക് അവിടെ ലഭിക്കുന്നത്. അടുത്ത ചോദ്യം: ദ്രോഹം ഇത് പൊഴുത് അമരഖഗവര ഗുണനിധേ ഖേദമരുതുതേ പറന്നിച്ഛയ്ക്കൊത്ത വഴി ഗച്ഛനീ. സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന പാഠഭാഗത്തിലെ വരികളാണിത്. ഈ വരികളിലെ സ്വാതന്ത്ര്യ സങ്കല്പം വിശകലനം ചെയ്ത് 2 നിരീക്ഷണങ്ങൾ കുറിക്കുക എന്നതാണ് ചോദ്യം. ഉത്തരം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ആശയം, അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സങ്കല്പത്തെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ. ഇത് യുക്തിസഹമായി അവതരിപ്പിക്കുന്നതിന് 2 മാർക്ക് ലഭിക്കുന്നതാണ്. അടുത്ത സെഷൻ 7 മുതൽ 11 വരെ ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. 5 സ്കോർ വീതമാണ്. 7ാമത്തെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത് ഒരു പത്രവാർത്തയും ഒരു കാർട്ടൂണും അതുപോലെ സഹോദരൻ അയ്യപ്പൻ്റെ സയൻസ് ദശകം എന്ന കവിതയിലെ വരികളുമാണ്. പത്രവാർത്ത: സാമ്പത്തിക അഭിവൃദ്ധിക്ക് ദുർമന്ത്രവാദ കൊല, ഒടുവിൽ ജയിലഴി. ഇനി കാർട്ടൂണിലേക്ക് വരുമ്പോൾ കാണുന്നത് 2 പേര് സംസാരിക്കുന്നതായിട്ടാണ്. ചന്ദ്രനിൽ പുനർജനിക്കാൻ വേണ്ടി യുവദമ്പതികൾ ആത്മഹത്യ ചെയ്തെന്ന്. അപ്പോൾ അത് കേട്ടിട്ട് മറ്റേയാൾ പറയാണ്, വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ അന്ധവിശ്വാസത്തിൽ ആഴുന്നിതു ചിലർ എന്ന്. സഹോദരൻ അയ്യപ്പൻ്റെ വരികളും ഉണ്ട്. കോടി സൂര്യൻ ഉദിച്ചാലും ഒഴിയാത്തൊരു കൂരിരുൾ തുരന്നു സത്യം കാണിക്കും സയൻസിന് തൊഴുന്നു ഞാൻ. ചോദ്യം ഇതാണ്: മുകളിൽ നൽകിയ പത്രവാർത്ത, കാർട്ടൂൺ, കാവ്യഭാഗം എന്നിവ വിശകലനം ചെയ്ത് ശാസ്ത്രീയ ചിന്തയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഉത്തരം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പത്രവാർത്തയും കാർട്ടൂണും കാവ്യഭാഗവും നന്നായി വിശകലനം ചെയ്ത് ഉത്തരം എഴുതുന്നതിന് 2 മാർക്കാണ്. അതുപോലെ സ്വന്തം നിഗമനങ്ങൾ യുക്തിസഹമായി അവതരിപ്പിക്കുന്നതിന് 2 മാർക്ക്. ആശയ വ്യക്തതയ്ക്ക് 1 മാർക്ക്. അങ്ങനെ മൊത്തം 5 മാർക്കാണ് ഈ ചോദ്യത്തിനുള്ളത്. അടുത്ത ചോദ്യം: ഒരു തമാശ കൊണ്ട് 150 പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങളല്ല. അന്നന്നത്തെ മോക്ഷം എന്ന കവിതയിലെ വരികളാണിത്. അടുത്തത്: ഞൊടിയിൽ പടം അപ്ലോഡ് ചെയ്തു, വന്നു കമൻറ്റുകൾ തിരുതകൃതിയായി ചാറ്റൽ. നമുക്കറിയാം, വെത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന കവിതയിലെ വരികളാണിത്. ചോദ്യം ഇതാണ്: നവമാധ്യമങ്ങളുടെ മായാവലയത്തിൽ അകപ്പെട്ടവരുടെ ജീവിതാവസ്ഥകളാണോ 2 രചനാഭാഗങ്ങളിലും ഉള്ളത്? താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നവമാധ്യമങ്ങളുടെ മായാവലയത്തിൽ അകപ്പെട്ടവരുടെ ജീവിതാവസ്ഥകൾ വിവരിക്കുന്ന 2 പാഠഭാഗങ്ങളാണിതെന്ന്. ഉത്തരം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2 നിരീക്ഷണങ്ങളിലെയും ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളതിന് 1 മാർക്കാണ്. ഇനി രചനാഭാഗങ്ങളിലെ ആശയം താരതമ്യം ചെയ്യുന്നതിന് 1 മാർക്ക്. സ്വന്തം നിഗമനങ്ങൾ യുക്തിസഹമായി അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് 2 മാർക്ക്. സന്ദർഭവും കവിതയും വിശകലനം ചെയ്തിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്. അങ്ങനെ മൊത്തം 5 മാർക്കാണ് ഈ ചോദ്യത്തിനുള്ളത്. അടുത്ത ചോദ്യം: ഞാനിവിടെ വരുമ്പോൾ അന്ന് കൊച്ചിയിലെ എൻ്റെ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോഴാണ് ഈ സ്ഥലം മുഴുവൻ ഒരു വലിയ കാടുപോലെ ആയിരുന്നു. എനിക്ക് തൃപ്തിയായി. വേണ്ട, എനിക്ക് എപ്പോഴും നല്ല കാറ്റും വെളിച്ചവും വേണം, വൃത്തിയും. ഈ മരങ്ങളൊക്കെ ഇവിടെ സ്ഥലമാകെ ഇരുട്ടും വരുത്തി. വേണ്ട. മണ്ണും മനുഷ്യനും എന്ന കഥയിലെ 2 കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളാണിത്. ചോദ്യം ഇതാണ്: സന്ദർഭങ്ങളിലെ 2 കഥാപാത്രങ്ങളുടെയും മനോഭാവങ്ങൾ വിശകലനം ചെയ്ത് നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. ഉത്തരം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 2 കഥാപാത്രങ്ങളുടെയും മനോഭാവത്തിലെ വ്യത്യാസം ഉൾക്കൊള്ളണം. അങ്ങനെ വ്യത്യാസം ഉൾക്കൊള്ളുന്നതിന് 1 മാർക്കാണ്. ഇനി 2 പേരുടെയും മനോഭാവങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുന്നതിന് 2 മാർക്കാണ്. സ്വന്തം നിഗമനങ്ങൾ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടോടെ യുക്തിസഹമായി അവതരിപ്പിക്കുന്നതിന് 2 മാർക്ക്. അങ്ങനെയാണ് 5 മാർക്ക് ലഭിക്കുന്നത്. അടുത്ത ചോദ്യം: എവിടെ തൊഴിൽ തേടി അലയുമ്പോഴും നരേന്ദ്രൻ അവൻ്റെ അമ്മയുടെ രൂപം മനസ്സിൽ ധ്യാനിക്കുമായിരുന്നു. തൻ്റെ സർവസ്വവുമായിരുന്ന അമ്മയെ മറവു ചെയ്ത ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചപ്പോൾ നരേന്ദ്രൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. നരേന്ദ്രൻ അനുഭവിക്കുന്ന മനോവേദനയുടെ തീവ്രത ആവിഷ്കരിക്കാൻ ഇത്തരം വാക്യങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക എന്നതാണ് ചോദ്യം. ഉത്തരം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നരേന്ദ്രന് അമ്മയോടുള്ള സ്നേഹം വ്യക്തമാക്കുന്ന കഥാസന്ദർഭങ്ങൾ നമ്മൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി അതിനെ വിശകലനം ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ ചെയ്യുന്നതിന് 2 മാർക്ക് ലഭിക്കും. അമ്മ എന്നേക്കുമായി നഷ്ടമായതിലുള്ള നരേന്ദ്രൻ്റെ വേദന, അതുപോലെ അച്ഛനെ കണ്ടെത്താത്തതിലുള്ള നിരാശ, ഇതിന് 2 മാർക്കാണ്. സ്വന്തം നിരീക്ഷണങ്ങൾ ആശയവ്യക്തതയോടെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് 1 മാർക്ക്.
അങ്ങനെ മൊത്തം 5 മാർക്കാണ് ആ ചോദ്യത്തിന് ലഭിക്കുക. അടുത്ത ചോദ്യം. ഇതിന് 2 ഭാഗം, അതായത് എ അല്ലെങ്കിൽ ബി, 2 ക്വസ്റ്റ്യൻസ് ആണ് അവിടെ നൽകിയിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അടിയന്തരമാ ചീഫ് റിപ്പോർട്ടറായി പ്രൊമോഷൻ വേണം, ഇല്ലെന്നാൽ രാജിവെക്കുന്നു, മന്ദിക്കണം. പ്രത്യുൽപ്പന്നമതിയും കൊടിയനുമായ ഉനക്ക് അത് ரொம்ப ചിന്ന പോസ്റ്റ്, വേറെ എന്നാ വേണം? നീങ്കൾ കൽപ്പിച്ചാൽ മതി. പത്രസ്വാമി ഉത്തരവായി. ഇന്ന നിമിഷം മുതൽ ചെത്തുപോകും വരയ്ക്കും നീ നമ്മ പത്രത്തോട് റെസിഡന്റ് എഡിറ്റർ. ഇത് നമുക്കറിയാം, റെസിഡന്റ് എഡിറ്റർ എന്ന പാഠഭാഗത്തിലെ വരികളാണ്. ഫലിതവും ആക്ഷേപഹാസ്യവും ആവിഷ്കരിക്കാൻ ഈ വരികൾ എത്രത്തോളം പര്യാപ്തമാണ്? റെസിഡന്റ് എഡിറ്ററിലെ ആക്ഷേപഹാസ്യത്തിന്റെ സവിശേഷതകൾ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക എന്നതാണ് ചോദ്യമായിട്ട് വരുന്നത്. ഇതിൻ്റെ ഉത്തരം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സന്ദർഭങ്ങളും കഥയും വിശകലനം ചെയ്ത് വേണം നമ്മൾ ആൻസർ എഴുതേണ്ടത്. അതിന് 1 മാർക്കാണ്. ആക്ഷേപഹാസ്യത്തിന്റെ സവിശേഷതകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് 2 മാർക്കാണ്. ഉചിതമായ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതിന് 1 മാർക്ക്. അതുപോലെ സ്വന്തം നിരീക്ഷണങ്ങൾ ആശയവ്യക്തതയോടെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് 1 മാർക്ക്. അങ്ങനെയാണ് മാർക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതറിയില്ലെങ്കിൽ ബി പാർട്ട് ഒരു ക്വസ്റ്റ്യനും കൂടി തന്നിട്ടുണ്ട്. പറയൂ, രവി പറഞ്ഞു. സാർ, ആരും ചാകാത്ത കഥ. നമുക്കറിയാം, ഇത് ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിലെ വരികളാണ്. ഒരു കഥ കേൾക്കാമോ? നൂർ മുഹമ്മദ് ചോദിച്ചു. വെള്ളത്തിലേക്ക് ചാഞ്ഞ മിഴികളോടെ പെൺകുട്ടി കഥ കേൾക്കാൻ തുടങ്ങി. പെൺകുട്ടിയുടെ മൃദുലമായ തേങ്ങലുകൾ കേട്ട് നൂർ മുഹമ്മദ് കഥ പറച്ചിൽ നിർത്തി. ഇതേതു പാഠഭാഗത്തിലേതാണ്? വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല, അല്ലേ? ചോദ്യം ഇതാണ്. നൽകിയിട്ടുള്ള സൂചനകളും നിങ്ങളുടെ കഥയനുഭവങ്ങളും അടിസ്ഥാനമാക്കി കഥയുടെ സ്വാധീനം ജീവിതത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സൂചനകൾ വിശകലനം ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതിന് 1 മാർക്കാണ്. അതുപോലെ കുട്ടികളുടെ കഥയനുഭവങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് 2 മാർക്കാണ്. സ്വന്തം നിരീക്ഷണങ്ങൾ ആശയവ്യക്തതയോടെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് 2 മാർക്കാണ്. അങ്ങനെ മൊത്തം 5 മാർക്കാണ് ഈ ചോദ്യത്തിനുള്ളത്. അവസാനത്തെ സെഷൻ. ചുവടെ നൽകിയ ചോദ്യത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. 7 മാർക്കാണ് ഈ ചോദ്യത്തിനുള്ളത്. ചോദ്യം ഇതാണ്. കർണസുഖം ഞാൻ പറകയില്ല ആരോടും, പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതുമുണ്ട് മന്നവ, സങ്കടമുണ്ടാകയില്ലേതും. നമുക്കറിയാം, കഥകളതിമോഹനം എന്ന പാഠഭാഗത്തിലെ വരികളാണിത്. ചോദ്യം ഇതാണ്. നൽകിയ സന്ദർഭങ്ങളും കാവ്യഭാഗവും വിശകലനം ചെയ്ത് കർണൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. ഉത്തരം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കർണൻ എന്ന കഥാപാത്രത്തെ വ്യക്തമായി മനസ്സിലാക്കണം നമ്മൾ. കഥാപാത്രത്തിന് കാവ്യഭാഗത്തെ സ്ഥാനം തിരിച്ചറിഞ്ഞ് വിശകലനം ചെയ്യേണ്ടതാണ്. ഇതിന് 2 മാർക്കാണുള്ളത്. കഥാപാത്രത്തിന്റെ ജീവിത വീക്ഷണം, സ്വഭാവ സവിശേഷതകൾ എന്നിവ കണ്ടെത്തിയിട്ടുള്ളതിന് 2 മാർക്ക്. സ്വന്തം നിരീക്ഷണങ്ങൾ യുക്തിപൂർവം അവതരിപ്പിക്കുന്നതിന് 2 മാർക്ക്. ആശയവ്യക്തതയോടെ ക്രമീകരിച്ച് ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതുന്നതിന് 1 മാർക്ക്. അങ്ങനെ മൊത്തം 7 മാർക്കാണ് ഈ ചോദ്യത്തിനുള്ളത്. ഇതിനൊരു ബി പാർട്ടും കൂടിയുണ്ട്. ഒരു കവിത തന്നിട്ട് അതിൻ്റെ ആസ്വാദനം തയ്യാറാക്കാനായിരിക്കും ചോദ്യം വരുന്നത്. ഉദാഹരണമായിട്ട് ഇവിടെ നമുക്ക് സച്ചിദാനന്ദ മാഷിൻ്റെ ഗാസയിലെ അമ്മ എന്ന കവിതയാണ് തന്നിരിക്കുന്നത്. ആശയം, ആസ്വാദനാംശങ്ങൾ, സമകാലിക പ്രസക്തി എന്നിവ പരിഗണിച്ച് കവിതയ്ക്ക് ഒരു ആസ്വാദനം തയ്യാറാക്കുക എന്നതാണ് ചോദ്യം. ഇതിന് ഉത്തരം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കവിതയുടെ പ്രമേയം തിരിച്ചറിയുന്നതിന് 2 മാർക്കാണ് അവിടെ വരുന്നത്. കവിതയിലെ ആസ്വാദനാംശങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് 2 മാർക്ക്. അതുപോലെ സമകാലിക പ്രസക്തി തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് 2 മാർക്ക്. ആശയവ്യക്തതയോടെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് 1 മാർക്ക്. അങ്ങനെ 7 മാർക്കാണ് ഈ ചോദ്യത്തിന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മാതൃക ചോദ്യപേപ്പർ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവരും നന്നായി പഠിച്ച് പരീക്ഷ എഴുതുക. എല്ലാവർക്കും വിജയാശംസകൾ. 10ാം ക്ലാസ് മലയാളം കേരള പാഠാവലി മാതൃകാ ചോദ്യപേപ്പർ അവലോകനമാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് കല്ലറ ഗവൺമെന്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ദീപ്തി പി. വിജയവാണി SSLC പരീക്ഷാ സഹായി. വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.